ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പേപ്പർ വേസ്റ്റിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ പേപ്പർ വേസ്റ്റ് വെച്ചിട്ട് പുറത്തുമാണ്. ഇന്നിവിടെ പബ്ലിക് നാഷണൽ ഹോളിഡേ ആണ്. എംബറേഴ്സ് ബർത്ത്ഡേ എന്നാണ് കൊടുത്തേക്കുന്നത്. ആരുടെ ബർത്ത്ഡേ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ വേസ്റ്റ് വയ്ക്കുകയാണ്. വേസ്റ്റ് വയ്ക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വേസ്റ്റ് വെച്ച് ക്യോട്ടോ തന്നെയാണ് കേട്ടോ പോണത്. ഇന്ന് പോണത് കിങ് കാക്കുജി എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലേക്കാണ്. ഗോൾഡൻ പവലിയൻ എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ ആസ് യൂഷ്വൽ സൈക്കിൾ കൊണ്ടുപോയി കാരസാക്കി സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു. ടിക്കറ്റ് എടുത്തു, അതായത് പാർക്കിങ്ങിൻ്റെ പൈസ കൊടുത്തു. അപ്പച്ചനോട് പോയി പറഞ്ഞിട്ട് നമ്മളിനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ സ്റ്റേഷൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ടിക്കറ്റ് വെൻഡിങ് മെഷീൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ. കഴിഞ്ഞ ഇവിടുത്തെ പോലെ അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ശരിക്കും ഇംഗ്ലീഷുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഇവിടെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടം ഇംഗ്ലീഷിൽ ടിക്കറ്റ് എടുത്തു. ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, ഓൾറെഡി അതിനകത്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നു. കൈ തണുത്തിട്ട് സ്ക്രീനിൻ്റെ ടച്ച് ചെയ്തിട്ടാണ് സ്ക്രീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇംഗ്ലീഷിലേക്ക് ഇട്ടു, ടിക്കറ്റ് എടുത്തു. സിമ്പിളാണ് കേട്ടോ, വലിയ പാടൊന്നുമില്ല. ഓൾറെഡി 240 കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി സ്റ്റേഷൻ്റെ പേരടിച്ചു ക്യോട്ടോ. UK മേടിച്ചു, പിന്നെ ഒന്ന് ക്യോട്ടോ എടുത്തു. എന്നിട്ട് ഇനി പൈസ ഇടലാണ്. 240 ആണ് ടിക്കറ്റിൻ്റെ വില. അപ്പോൾ കോയിൻ ഇട്ടു കേട്ടോ. 2 100ൻ്റെ കോയിനും ഒരു 50ൻ്റെ കോയിനും ഇട്ടു. പിന്നെ നോട്ടുണ്ടെങ്കിൽ നോട്ടും കൊടുക്കാം കേട്ടോ. തോന്നുന്നു 1000ൻ്റെ നോട്ടുകൾ കൊടുക്കാൻ തോന്നുന്നു. അപ്പോൾ ബാക്കി 10ൻ്റെ കോയിൻ വന്നു. പിന്നെ നമ്മൾ ടിക്കറ്റും വന്നു. കഴിഞ്ഞ വട്ടം വേറെ സാധനം കൂടി കിട്ടിയായിരുന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. റെസിപ്റ്റാന്ന് തോന്നുന്നു. 240 പേ ചെയ്തതിന് കുറച്ചും കൂടി വലുത് നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ അത് പിന്നെ വന്നൊന്നുമില്ല. പിന്നെ ഇത് മാത്രം മതി നമുക്ക് ശരിക്കും. പിന്നെ പുറത്തേക്ക് വന്നു. സമയം ഉണ്ടായിരുന്നു, 7:40 ട്രെയിൻ. അപ്പോൾ വെൻഡിങ് മെഷീനിൽ നിന്നൊരു ചായ എടുക്കാമെന്ന് വിചാരിച്ചു. വില കുറച്ച് കൂടുതലാണ് കേട്ടോ. സ്റ്റേഷൻ്റെ അടുത്തുള്ളതാണ്. ഞാൻ ഇതിന് മുന്നേ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പണിയുടെ ബ്രേക്കിംഗ് ടൈമിൽ എടുക്കാനായിരുന്നു. 110 രൂപയ്ക്ക് എടുത്ത സാധനം ഇവിടെ 140 കേട്ടോ. എനിക്കിതിൻ്റെ ടേസ്റ്റ് വലിയ താല്പര്യമില്ല. ഒരു ചായ കുടിച്ചൊരു ഫീല് വരത്തില്ല. പിന്നെ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്താണ്. നമ്മളെ നാട്ടിലെ പോലെ ചവിട്ടി ചിലപ്പോൾ ഇതും വീഴുമായിരിക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ആരെങ്കിലും ചെയ്യാത്തതുകൊണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം നാട്ടിൽ വരേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാറില്ല അങ്ങനത്തെ കുൽസിതങ്ങളൊന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പോവാണ്. ഇനി ഏകദേശം 15 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇവിടെ കൊടുത്തു. അത് ഗേറ്റ് തുറക്കുന്നു, ഫ്രണ്ടിൽ ടിക്കറ്റ് വരുന്നു, അത് പെറുക്കിയെടുക്കുന്നു, മേലിലോട്ട് കയറുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് പിന്നെ വേസ്റ്റ് കളയാനുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, എല്ലാ സ്ഥലത്തും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മേളിൽ കയറി ചെറുതായിട്ട് മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിലൊക്കെ അത്യാവശ്യം തണുപ്പായിരുന്നു. ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട് അവിടെ നിന്ന്. അതിവിടെ സ്റ്റോപ്പില്ലാത്തതാണ് കേട്ടോ. അത് പതുക്കെ അങ്ങോട്ട് പാസ് ചെയ്ത് പോയി. ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചുകൊണ്ടിരുന്നാലേ തണുത്ത് പോകത്തുള്ളൂ. വെൻഡിങ് മെഷീനിലാണെങ്കിലും ചൂടുള്ളതും തണുപ്പുള്ളതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയ ചൂട് കുടിക്കാൻ പറ്റിയ ചൂടുണ്ട്. വലിയ ചൂടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ, കുടിക്കാൻ പറ്റിയ ചൂടുണ്ടാവും. അങ്ങനെ ചായ കുടിച്ചു. ഫുള്ള് കുടിച്ചില്ല, പകുതി പിന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ട്രെയിനിൻ്റെ അകത്ത് ഫുഡ് കഴിക്കാൻ പാടില്ല കേട്ടോ. ഉറക്കെ സംസാരിക്കാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല. അപ്പോൾ സാധാരണ ഇവർ ചെയ്യുന്നത് എന്താ പറയുക, ഒന്നെങ്കിൽ ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ഇയർഫോണിൽ വെച്ചിട്ട് എല്ലാവരും സൈലൻ്റ് ആയിരിക്കും. ഉറക്കെ പോലെ ആരും സംസാരിക്കത്തില്ല. അതിവിടുത്തെ കൾച്ചറാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറേ ഇങ്ങനെ
പറഞ്ഞ് കേട്ട് ചെവി താഴമ്പിച്ച കാര്യങ്ങളാണ്. ചെന്നൈയിൽ പഠിച്ചപ്പോഴും പിന്നെ ഇവിടെ വന്ന 1 മാസം ക്ലാസ്സിൽ ഇതൊക്കെ തന്നെയായിരുന്നു വീണ്ടും വീണ്ടും പറയണേ. വേസ്റ്റ് സെപ്പറേഷൻ, വേസ്റ്റ് ഡിസ്പോസൽ, കൾച്ചറല്ലോ. അങ്ങനെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാൻ ചെയ്യാൻ പാടില്ല എന്ന്. ട്രെയിൻ വന്നു, ട്രെയിനിൻ്റെ അകത്ത് കയറി. ഇവിടുന്ന് 2ാമത്തെ സ്റ്റേഷനാണ് ക്യോട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റേഷൻ കഴിഞ്ഞു, പിന്നെ ഇനി അടുത്ത സ്റ്റേഷൻ ക്യോത്തോയാണ് കേട്ടോ. ഇവിടെ കാണുന്നതാണ് ഇവിടുത്തെ ബിൽഡിങ്സും അതിൻ്റെ സ്ട്രക്ചറുകളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ക്യോട്ടോ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ക്യോത്തോയിലെത്തി. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് ബസ്സിലാണ് പോണത്. ഏകദേശം ഒരു 1/2 മണിക്കൂർ ഓളം ഉണ്ട് ഇവിടെ നിന്ന് ബസ്സിലേക്ക്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ ക്യോത്തോയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ക്യോട്ടോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് വരികയാണ്, മെയിൻ എൻട്രൻസ് കൂടെ. ഇവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച കയറിയ ബസ് സ്റ്റോപ്പിൻ്റെ ആ സെയിം ജംഗ്ഷനാണ് കേട്ടോ. ക്യോട്ടോ ടവറാണ് കഴിഞ്ഞ ആഴ്ച വന്നതിൻ്റെ മണ്ടയ്ക്കാണ് കയറിയത്. അപ്പോൾ 4 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതാണ് തിരക്ക് പിടിച്ചു. ഓട്ടോ ആണ്. ബസ് സ്റ്റോപ്പ് ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. റൂട്ട് വേറെ ആയിരുന്നു കേട്ടോ. അന്ന് ബുക്ക് മേടിക്കാൻ പോയ ആ റൂട്ടല്ല, ആ സെയിം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഒന്ന് കറങ്ങി ഞാൻ, അതായത് ഒന്ന് തിരിഞ്ഞ് കളിച്ച് അറിയാത്തതുകൊണ്ട്. പിന്നെ ലാസ്റ്റ് ബസ് നമ്പർ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയായിരുന്നു. പിന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ക്യോട്ടോ വലിയ സീനില്ല, ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമുക്ക് ഓടിക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ ഓടിപ്പടിച്ച് വന്ന് കയറി. അപ്പോൾ ഇതാണ് ഈ സ്ക്രീൻ. ഒരെണ്ണം ഫ്രണ്ടിലുണ്ടാവും, പിന്നെ ഏകദേശം ബസ്സിന് നടുക്കിലായിട്ട് ഉള്ളിലുണ്ടാവും കേട്ടോ. അപ്പോൾ ജാപ്പനീസ്, കൊറിയൻ, പിന്നെ ഇംഗ്ലീഷ്, പക്ഷെ ചൈനീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ക്യാരക്ടേഴ്സ് കാഞ്ചി ആണെങ്കിലും അത് ചൈനീസ് ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ അത് ചൈനീസ് ആണോ ജാപ്പനീസ് ആണോ എന്ന് എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞില്ല. ഇത് ജാപ്പനീസ് ആണ് കേട്ടോ. 230 എന്നാണ് സിറ്റി ബസ്സിൽ ക്യോത്തോയിൽ എവിടെ പോയാലും. അതിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നിങ്ങളിപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി 230 ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. എന്താ പറയുക, നമ്മളിപ്പോൾ പോണ സ്ഥലമാണ് കേട്ടോ, കിങ്കൊക്കുജി. അവിടെ പോയാൽ 230 അഡൾട്ടിന്. പിന്നെ പിള്ളേർക്ക് 120 എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പാണ് 230 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുഴപ്പമില്ല, ഇവരുടെ ടെക്നോളജിക്ക് പിന്നെ അറിയാമല്ലോ, എല്ലാം ഭയങ്കര അടിപൊളിയായിരിക്കും. പോരാത്തതിന് ഡ്രൈവർ പുള്ളിക്കാരനും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ വണ്ടി ലെഫ്റ്റ് തിരിയുകയാണെങ്കിൽ വണ്ടി ലെഫ്റ്റ് തിരിയാൻ പോകണമെന്ന് പറയും, റൈറ്റ് തിരിയാണെങ്കിൽ റൈറ്റ് തിരിയാൻ പോകുമെന്ന് പറയും, അടുത്ത സ്റ്റോപ്പ് ഇതാന്ന് പറയും, വണ്ടി നിർത്താൻ പോകുമെന്ന് പറയും, വണ്ടി ഇത് എടുക്കാൻ പോകുമെന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് എല്ലാവരും സീറ്റിൽ എണീക്കത്ത് പോലും ഉള്ളൂ കേട്ടോ. അതാണ് ഇവിടുത്തെ കൾച്ചർ. പിന്നെ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഫ്രണ്ടിൽ കൂടെയും
കയറുന്നുണ്ടാക്കി കൂടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പൈസ ഇട്ടു, 500 കോയിനാണ് കേട്ടത്. ബാക്കി ചേഞ്ച് വന്നു. എന്നിട്ട് നമ്മൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കിലത്തെ ഡോർ തുറക്കുള്ളൂ. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ലൈനായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ കിങ്കാക്കുജി ടെമ്പിൾ. കിങ്കാക്കുജി എന്ന് പറയും. 100 മീറ്റർ കൂടെ ഉള്ളൂ. ഈ റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിങ്കാക്കുജി ആയി. അപ്പോൾ ഇവിടെ വരെ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം തെളിഞ്ഞ വെതറായിരുന്നു, അടിപൊളിയായിരുന്നു. അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടാണ്. ഏകദേശം 8:45 ഞാനവിടെ എത്തിയപ്പോൾ. 9 മണിക്കാണ് ഗേറ്റ് തുറക്കുക. അപ്പോൾ ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ എപ്പോഴും തിരക്കാണ് ഇവിടെ. പിന്നെ ഇന്ന് നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് എനിക്കറിയായിരുന്നു എന്തായാലും പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ വന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവായിരുന്നു പറയാം. ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ ബാക്കിലോട്ട് ഇതിലും വലിയ വരിയായിരുന്നു കേട്ടോ. ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോൾ ഒടുക്കത്തെ തിരക്കായിപ്പോയി. പിന്നെ അതിലും അടിപൊളിയായത് ഇന്നത്തെ ദിവസം വന്നിട്ട് ഗുണമുണ്ടായത് മഞ്ഞ് പെയ്യാൻ തുടങ്ങി. മഞ്ഞ് പെയ്തപ്പോൾ കിഡിലൻ, ഒരു രക്ഷയില്ലാത്ത ഒരു ഇതായിരുന്നു. അങ്ങനെ നിങ്ങൾ ബാക്കിലോട്ടുള്ള വരിയുണ്ടോ? ഇത് കയറുമ്പോൾ ഇനി ഞാൻ തിരിച്ചിറങ്ങി പറഞ്ഞാൽ വേറെ വയ്ക്കുക. അങ്ങനെ കറക്റ്റ് 9 മണിയായപ്പോൾ അവർ ഗേറ്റ് തുറന്നു. അകത്തേക്ക് ഇനി പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോകാനേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അവർ അതിൻ്റെ വഴിയൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് കിങ്കാക്കുജി. ടിക്കറ്റിൻ്റെ അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്നത് കുറേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 500 yen അഡൾട്ടിന്, ചൈൽഡിന് 300 yen എൻട്രി. ചീപ്പാണ് കേട്ടോ. ഞാൻ ഒരു 700-800 പ്രതീക്ഷിച്ചു. അപ്പം മഞ്ഞും കൂടി പെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു രക്ഷയില്ല. കിമോച്ചിഗ എന്ന് പറയും. നല്ല രസം, ഫീൽ ഗുഡ്. കിമോച്ചിഗ ജാപ്പനീസിൽ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കാണാനായിട്ട് വന്ന ഗോൾഡൻ ടെമ്പിൾ, ഗോൾഡൻ പവിലിയൻ കിങ്കാക്കുജി. മഞ്ഞ കളറുള്ള കാസിലാണ്. AD 854 തോന്നുന്നുണ്ട് അത് പണിത വർഷം. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ചരിത്രം നോക്കാൻ പോയില്ല. അപ്പോൾ ഈ മഞ്ഞും കൂടി പെയ്തപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളിയായി. കുറേ ജാപ്പനീസും കുറേ വന്നിട്ടുണ്ടായിരുന്നിട്ടെന്ന്. എൻ്റെ കൂടെ ബസ്സിൽ വന്നൊരു അമ്മച്ചിയായിട്ട് ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അമ്മച്ചി പേരക്കുട്ടികളും മോനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് വല്ലാത്ത കൗതുകം. ഇന്ത്യയാണ്, പിന്നെ ജാപ്പനീസൊക്കെ അറിയാം, സംസാരിക്കുന്നത് കണ്ടപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര ഇതായി. പിന്നെ അമ്മച്ചിനെ അവിടെ വെച്ച് മിസ്സായിട്ടാണ്. പിന്നെ തിരിച്ച് ബസ് കയറാൻ പോയപ്പോഴാണ് പിന്നെയും കണ്ടത്. വേൾഡ് കൾച്ചറൽ ഹെറിറ്റേജ് ടൂറിസ്റ്റ് സൈറ്റിലൊക്കെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടത്. ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര പോപ്പുലറാണ്. ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ കുറേ കേട്ടും ഗൂഗിളൊക്കെ നോക്കിയാൽ ഇതിൽ നല്ല വിഷ്വൽസ് കിട്ടും കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ക്യാമറ കുറച്ച് ഇതായതുകൊണ്ടാണ്. പിന്നെ ഇതൊരു സുവനിയർ ഷോപ്പായിരുന്നു കേട്ടോ. സുവനിയർ നമുക്ക് ഗിഫ്റ്റൊക്കെ മേടിക്കുക ഇവിടുത്തെ ഒതൻറ്റിക്. പക്ഷേ അവിടെയും വീഡിയോ എടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ എന്തൊക്കെ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാലും ഇതൊരു അമ്പലമല്ലേ, അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറിയാം, ഒത്തേര ബുദ്ധൻ്റെ അമ്പലമാണ്. അപ്പോൾ അവരുടേതായ കുറേ കൾച്ചറൽ റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ സപ്പോസ് മെഴുകുതിരി കത്തിക്കൽ ആ ചടങ്ങുണ്ടായിരുന്നു, പിന്നെ ചന്ദനത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കാനുള്ളവർക്ക് അതൊക്കെ മേടിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കാം. 3 50 എന്നാണ് ചന്ദനത്തിരി. മെഴുകുതിരിയൊക്കെ ഞാൻ നോക്കിയില്ല കേട്ടോ. പിന്നെ അവിടെയും കുറേ ഗിഫ്റ്റ് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് കഴിഞ്ഞുടനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ അതെ ഈ സാധനങ്ങൾ ഇതിന് മുമ്പത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇത് നെഗായി കോത്തോ എന്ന് പറയും, നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് കെട്ടി തൂക്കിയിടുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇല്ല ഇതിൻ്റെ ഒരു വേർഷനൊക്കെ, അതുപോലെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഏകദേശം കഴിഞ്ഞു. അതോടുകൂടി ആ ഗേറ്റ്, ഇപ്പോൾ കണ്ട ഗേറ്റോട് കൂടി കഴിഞ്ഞു. ഗോൾഡൻ പവിലിയൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഏകദേശം 9:45 9:50 ആയപ്പോഴത്തേനും ഫുള്ള് കറങ്ങി. അതായത് കുറച്ചും കൂടി ടൈം എടുത്ത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു, പക്ഷേ എല്ലാവരും വെയിറ്റിംഗ് ആണ്. പിന്നെ ഇവർ ജപ്പാൻകാരങ്ങനെ പൊതുവെ അവർ എക്സ്പ്രസീവ് അല്ല. അവർക്കിപ്പോൾ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ അവർ ഒന്നും പറയത്തൊന്നുമില്ല. അവർ സൈലൻ്റായിട്ട് അവിടെ നിൽക്കത്തുള്ളൂ. നമ്മൾ കാരണം പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വേഗം ഫോട്ടോ എടുത്ത് ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ എടുത്തിട്ട് വേഗം അവിടെ നിന്ന് മാറി. കാരണം ആൾക്കാർ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെ തിക്ക് നിരക്കാവും. പിന്നെ മഞ്ഞൊക്കെ അല്ലേ. ഞാൻ തന്നെ എത്ര ഇവിടെ തെന്നിയടിച്ച് വീഴാൻ പോയി. ഭാഗ്യത്തിന് വീടില്ല. സാധാരണ ഇതിൽ മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ തെന്നിയടിച്ച് വീഴാൻ നേരം ഉണ്ടാവുള്ളൂ. ഇവിടെ കുറേ തെന്നിയെങ്കിലും വീണില്ല. ഇത് പിന്നെ എൻട്രൻസ് ആണ് കേട്ടോ. പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അപ്പച്ചൻ പറഞ്ഞു ഇവിടെ നിന്ന് വീഡിയോ എടുക്കരുതെന്ന്. ആ സെക്യൂരിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾ. പക്ഷേ ഇവിടെ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഹിസ്റ്ററിയാണ് കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിത് കാണാൻ പറ്റും. പിന്നെ തക്കോയാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. ഞാൻ പോകുമ്പോൾ ഈ കട തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് കഴിക്കണം എന്നായിരുന്നു. എന്നെ ജാപ്പനീസ് പഠിപ്പിച്ച ടീച്ചർ, പുള്ളിക്കാരത്തി ഓസാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞത് എന്തായാലും നീ കഴിച്ചു നോക്കണം, ഒസാക്കയിലെ ഫേമസ് ഇതാണ്. അപ്പോൾ പിന്നെ ഞാൻ പക്ഷേ അവിടെ കുറേ തപ്പി നടന്നെങ്കിൽ എനിക്ക് കിട്ടിയില്ല. ആ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് പിന്നെ പുറത്ത് പോകാൻ പെർമിഷൻ ഉണ്ടായിരുന്നില്ല ദൂരത്തേക്കൊന്നും. അപ്പോൾ ഇവിടെ എന്തായാലും ഉണ്ടായിരുന്നു. കഴിച്ചു നോക്കി, അടിപൊളി സാധനമായിരുന്നു, എനിക്കിഷ്ടമായി. തനക്ക സെൻസേ അരികത്തോ. അപ്പോൾ അത് കഴിഞ്ഞു. തിരക്ക് കൂടി വരികയാണ്. ഗൈഡുകളായിട്ട് ബൾക്കായിട്ട് ആൾക്കാർ വരുന്നുണ്ട് ബസ്സിലൊക്കെ. റഷ്യൻസും അങ്ങനത്തെ കുറേ നാഷണാലിറ്റീസൊക്കെ, ഫോറിനേഴ്സ് യൂറോപ്യൻസും കുറേ ഉണ്ട് കേട്ടോ. കുറേ ഇതുപോലെ സ്ഥലത്തേക്കൊക്കെ വരുമ്പോഴാണ് പിന്നെയും കുറച്ച് ഇംഗ്ലീഷ് കേൾക്കാൻ പറ്റണത്. ഏകദേശം ഇവിടെ ഒരു 6 to 7% മാത്രമേ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ ജപ്പാനിൽ. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ജാപ്പനീസ് തന്നെയാണ്. പിന്നെയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ അവർ ഉപയോഗിക്കുമെങ്കിൽ പോലും അത് അവരുടേതായ ജാപ്പനീസിൽ കൺവേർട്ട് ചെയ്തിട്ട് ഇവരിൽ കുറച്ച് സൗണ്ട്സ് ഒന്നും ഇല്ല, ചില അക്ഷരങ്ങളില്ല. അപ്പോൾ അത് അവരുടെ ഇതിലേക്ക് മാറ്റിയിട്ട് ഒക്കെ ആയിരിക്കും പറയണത്. അപ്പം അങ്ങനെ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. മഞ്ഞ് തീവ്രമായി വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് ക്യോത്തോയിൽ പോകുന്നു. ക്യോത്തോയിൽ നിന്ന് ട്രെയിൻ കയറി കാരസാക്കി പോകുന്നു. അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു 7 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അടുത്തൊരു ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഓൾറെഡി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ബസ്സിൻ്റെ പ്രത്യേകത എന്താ പറയുക, ആൾക്കാർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് ലെഫ്റ്റിലേക്ക് ചെറുതായിട്ടൊന്ന് ശരിയും, ഈ സൈഡിലേക്ക് ഇങ്ങനെ താഴും. ആ സ്റ്റെപ്പിൻ്റെ ഭാഗം ഒരു സൈഡ് മാത്രം ഫ്ലോറൊന്ന് ലോവർ ചെയ്യുന്ന പോലെ. നമ്മൾ അകത്തിരിക്കുമ്പോഴേ നമ്മളൊരു സൈഡിലോട്ട് ചെരിയും. എന്നിട്ട് പിന്നെ ആൾക്കാർ കയറി ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ അത് പൊന്തി പഴയ ലെവലിലേക്ക് വരും പാരലായിട്ട്. അങ്ങനെ കയറി ഈ വട്ടം ഞാൻ ഫ്രണ്ടിൽ തന്നെ ചാടിക്കയറി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് പോകണം. ഏകദേശം ഒരു 23 സ്റ്റോപ്പ്, 1/2 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. അതാണ് പൈസ മേടിക്കുന്ന മെഷീൻ. ഇപ്പോൾ IC കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫാസ്ടാഗ് ഒക്കെ പോലെ തന്നെ കാർഡാണ്. അതിൽ നമ്മൾ റീചാർജ് ചെയ്തിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് ഇറങ്ങിപ്പോവാം. അത് പൈസയൊക്കെ സെയിം ആണ്, ചെറിയ ഡിസ്കൗണ്ട് എന്തൊക്കെയുള്ളതെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷനാണ് ഡേ പാസ് എടുക്കുക. ക്യോത്തോയിലെ ബസ്സിൻ്റെ ഡേ പാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര വട്ടം വേണമെങ്കിൽ കയറാം. 500 തന്നെ ഉള്ളൂ, ഭയങ്കര ചീപ്പാണ്. അതിപ്പോൾ കുറേ സ്ഥലത്തേക്ക് പ്ലാൻ ചെയ്യാനുള്ള ഐറ്റിനറി ഒക്കെ ആയിട്ട് വരുന്നവർക്ക് അതൊരു നല്ല ഓപ്ഷനായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, ബസ് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ ഡോർ അടയുമ്പോൾ അത് സ്ട്രെയിറ്റ് ആവും. വീഡിയോയിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല, പക്ഷേ എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ പക്ഷേ അത് ചെരിഞ്ഞിട്ട് ഇത് വീണ്ടുതായി. അങ്ങനെ ക്യോത്തോ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെയും മഞ്ഞാണ്.
ഇപ്പോൾ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബേസ്മെൻറ്റിൽ കുറേ ഫുഡ് കോർട്ട്, പിന്നെന്താ പറയുക, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇഷ്ടംപോലെ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റൊക്കെ ഉണ്ട്. അവിടെ തന്നെ ഇതുകൊണ്ട് കേട്ടോ, ചാർജിങ് സ്റ്റേഷനുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോണത്. ഇവിടെ നിന്നൊന്നും മേടിക്കാൻ പറ്റില്ല. മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്ര നേരം ചിലവായി ഒരു 4 ലിറ്റർ ചിലവാകും. അപ്പോൾ അവിടെ എത്തി അങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് 11:45 11:55 ട്രെയിനുണ്ട്. അതിന് കയറി പോകുന്ന വെച്ചിട്ടാണ് അങ്ങനെ പുറത്തേക്ക് വന്നു. പുറത്തെത്തി. അതാണ് ക്യോട്ടോ ടവർ, കഴിഞ്ഞ ആഴ്ച പോയ സ്ഥലം. പിന്നെ റോഡ് ക്രോസ് ചെയ്യുന്നു, ടിക്കറ്റ് എടുക്കുന്നു, പോകുന്നു. അത്രേ ഉള്ളൂ. തിരക്കായി തുടങ്ങിയിട്ടാണ്, അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കായി തുടങ്ങി. ഇന്ന് നാഷണൽ ഹോളിഡേയും കൂടിയല്ല. പിന്നെ മഞ്ഞായത് കൊണ്ട് കുറച്ച് ആൾക്കാരൊന്നും മടിച്ച് നിൽക്കാൻ തോന്നുന്നു. പക്ഷേ ഫ്രണ്ടിലേക്ക് എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ ചാൻസ് വന്നു. ഇംഗ്ലീഷിലേക്ക് ഇട്ടു, ടിക്കറ്റ് എടുത്തു. കഴിഞ്ഞ വട്ടം കിട്ടാണ്ടിരുന്ന പേപ്പർ ഈ വട്ടം കിട്ടിയിട്ട്, കാരണം ഈ വട്ടം ഞാൻ പ്രിൻ്റ് റെസിപ്റ്റ് കൊടുത്തായിരുന്നു. അങ്ങനെ പ്രിൻ്റ് റെസിപ്റ്റും കൊടുത്തു, അത് വന്നു. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റും റെസിപ്റ്റും ഉണ്ടത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പ്രീമിയം പേപ്പറാണ്. അങ്ങനെ നമ്മളിത് കയറി പോവാണ്. 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ. നമ്മൾ വന്നിറങ്ങിയത് പ്ലാറ്റ്ഫോമിൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ഞാൻ ഇറങ്ങി എത്തി അപ്പം തന്നെ ട്രെയിനും വന്നിട്ടാണ്. ഏകദേശം ഒരു 3 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു. ട്രെയിൻ വന്നു. പിന്നെ കയറി പോകുന്നു. പോയിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നോക്കാനായി 12:30 ആവട്ടെ ഏകദേശം അവിടെ എത്തുമ്പോൾ. ട്രെയിനിൽ കയറി ഏകദേശം ഒരു 30 മിനിറ്റോളം ഉണ്ട് കേട്ടോ ട്രെയിനിലും. 2 സ്റ്റേഷനുള്ളതിലും അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ കാർസാക്കി സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 10 മിനിറ്റ് മാക്സിമം സൈക്കിളുണ്ടല്ലോ, സൈക്കിളെടുത്ത് പോയാൽ മതി. അപ്പോൾ അവിടെ ഇറങ്ങുകയാണ്. ഞാൻ വിചാരിച്ചു ഇവിടേക്ക് മഞ്ഞ് വീഴ്ച ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ഇവിടെയും കൊടുക്കാത്ത മഞ്ഞാണ്. വീടെത്താറായി.
ഈ വളവും കൂടി കഴിഞ്ഞാൽ വീഴാണ് കേട്ടോ. പക്ഷെ വീടത്തിന് മുന്നേ ക്യാമറയിൽ വന്നിട്ടൊരു മഞ്ഞപാളി വന്നിരുന്നു. ഫുള്ള് പിള്ളേർ ടൈപ്പ്. സൈക്കിൾ കയറ്റി വെച്ചു. ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച, നാളത്തെ ഒരു വീണ്ടും ജോലിയാണ്. അടുത്ത ഞായറാഴ്ചയാണ് മഞ്ഞ് വീഴ്ച കണ്ടോ നമ്മൾ. മിക്കവാറും ഇതുപോലെ പെയ്ത് ഞാൻ നാളെ കൂടെ കൊടുക്കാത്ത മഞ്ഞായിരിക്കും. നോക്കിയും കൊണ്ട് ഇറങ്ങിയില്ലെങ്കിൽ തെന്നി അടിച്ച് വീഴും.